ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു ബിഗ് അപ്ഡേറ്റ്സ് ആണ് ഗൈസ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ കവാടം അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. 369 കോടി രൂപയുടെ കൺസ്ട്രക്ഷൻ്റെ ഒരു അപ്ഡേറ്റ്സ് ആണ് ഗൈസ് നമ്മളിന്ന് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അകത്തോട്ട് കയറാൻ പറ്റില്ല, നമ്മൾ വഴിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അല്ല, കൺസ്ട്രക്ഷൻ സംഭവം പൂർത്തിയായിട്ടുണ്ട്. അല്ല, പൂർത്തിയായിട്ടില്ല, ഒരു 50% ആയിട്ടുണ്ട്. ഫ്രെയിം വർക്ക് സംഭവങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഫസ്റ്റ് ഫേസിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് നമ്മുടെ 1-ാം കവാടത്തിൻ്റെ അവിടെ ആയിട്ടാണ്. അല്ല, ഇത്രയും സംഭവങ്ങൾ ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഫാസ്റ്റായിട്ടാണ് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. 39 മാസം കൊണ്ടാണ് പൂർത്തിയാക്കേണ്ടത്. ഇപ്പോൾ 39 മാസത്തിനകത്ത് ഫസ്റ്റത്തെ ഫേസായിട്ട് നമ്മുടെ 2-ാം കവാടത്തിൻ്റെ അവിടെയാണ് കൺസ്ട്രക്ഷൻസ് പൂർത്തിയാകുന്നത്. 369 കോടി രൂപയോളമാണ് ടോട്ടൽ കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ്. നമ്മുടെ 2-ാം ഫേസിൻ്റെ നവീകരണം വന്നിട്ട് 1-ാം പ്ലാറ്റ്ഫോമിൻ്റെ ആ ഭാഗത്തായിട്ടാണ് നടക്കുന്നത്. ആ ഒരു സൈഡിൽ ചെറിയൊരു മെമ്മോ ഷെഡിൻ്റെ ഒരു പരിപാടി, അതോടൊപ്പം എൻജിൻ്റെ റിപ്പയർ, അതോടനുബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയൊരു സംഭവമാണ് അവിടെ സംഭവം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ കണ്ട് അവിടെ കൺസ്ട്രക്ഷൻസ് നടക്കുന്നത് കാണാൻ പറ്റും ഗൈസ്. നമ്മുടെ 1-ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തായിട്ടാണ് യഥാർത്ഥത്തിൽ 2-ാമത്തെ ഫേസിൻ്റെ കൺസ്ട്രക്ഷൻസ് നടക്കുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 2 പൈലിങ്ങിന് വേണ്ടിയുള്ള 2 മെഷീൻസ് ആണെങ്കിൽ ഇത് അവിടെ സംഭവം നിൽക്കുന്നത് കാണാൻ പറ്റും. വേണ്ട ഒരു സൈഡിലാണെങ്കിൽ പൈലിങ്ങും അതോടൊപ്പം വലിയ വലിയ പില്ലറിൻ്റെ ഫ്രെയിമൊക്കെ ആണെങ്കിൽ സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അതോടൊപ്പം ഇപ്പുറത്തെ സൈഡ് ഫുള്ളും ഇതൊക്കെ ഉണ്ട്, കൺസ്ട്രക്ഷനോടനുബന്ധിച്ചിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത്. അങ്ങോട്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ കുറേ പൈലിംഗ് വർക്കുകളും മറ്റ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആക്ച്വലി ഫുട് ഓവർ ബ്രിഡ്ജാണ്. ഒരു 2 ഇയേഴ്സ് മുമ്പ് കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയ ഫുട് ഓവർ ബ്രിഡ്ജ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എന്നത് ഏഷ്യയിലെ തന്നെ നീളം കൂടിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. അതിന് കാരണം ഒരു റെയിൽവേ സ്റ്റേഷൻ, അത് ഒരു ട്രെയിനിൻ്റെ ബാക്കിൽ വീണ്ടും ഒരു ട്രെയിൻ നിൽക്കുന്ന ആ ഒരു ലെങ്ത് ഈ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. കാരണം അപ്പുറത്തെ സൈഡിൽ 1A എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടി ഉണ്ട്. ടോട്ടലായിട്ട് 5 പ്ലാറ്റ്ഫോമിലായിട്ടാണ് ട്രെയിൻ വരുന്നത് കേസ്. ഇനി നമുക്ക് മുകളിലുള്ള ഒരു വിഷ്വൽസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണത്തോടനുബന്ധിച്ചിട്ടുള്ള 2nd ഫേസിൻ്റെ ഒരു നവീകരണമാണ് ഗൈസ് ഈ ഒരു സൈഡിൽ കാണുന്നതാണ്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഏകദേശം 100 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടങ്ങളൊക്കെ ആണെങ്കിൽ ഇടിച്ച് പൊളിച്ചിട്ടാണ് ഇവിടെയാണെങ്കിൽ 2-ാമത്തെ ഫേസിൻ്റെ നവീകരണം നടക്കുന്നത്. അതോടനുബന്ധിച്ചിട്ടാണെങ്കിൽ ഇതാ കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആക്ച്വലി ബേസ്മെൻറ്റ് കെട്ടാൻ വേണ്ടിയുള്ള കുഴിയാണ്. അതോടൊപ്പം തന്നെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ പൈലിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ നൈറ്റ് വർക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വർക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മൾ ലാസ്റ്റ് വരെ ഉണ്ടാവും. എല്ലാം ആക്ച്വലി വർക്കെല്ലാം നടക്കുന്ന ഒരു സ്പോട്ടായിരുന്നു ഗൈസ്. അല്ല, ബ്യൂട്ടിഫുൾ ആയിരിക്കും. 39 മാസം ടോട്ടലായിട്ടുള്ള ടൈമും 369 കോടി രൂപയോളം വരുന്ന വലിയ ഒരു നവീകരണമാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നത്. നമുക്ക് മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു മെമ്മോ ഷെഡിൻ്റെ ഒരു സംഭവം വർക്ക് നടക്കുന്നു. ഇപ്പുറത്തെ സൈഡ് ഇതോ ലൈറ്റൊക്കെ കിടക്കുന്നുണ്ട്. ആ ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ഫേസിൻ്റെ നവീകരണം, അതായത് 2-ാം കവാടത്തിൻ്റെ അവിടെ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോ വൈൻഡപ്പ് വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ.